ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും എൻ്റെ എളിയ സ്നേഹവന്ദനം. ബൈബിൾ സ്റ്റഡി, ബൈബിൾ ക്ലാസ്, ദൈവവചന പഠനം, ദൈവവചനത്തിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങി നാം പഠിക്കുകയല്ല, അനുഭവിക്കുകയാണ്. പഠനമെന്ന് പറയുന്നതിലും നമുക്ക് കുറച്ചുകൂടി ജീവിതത്തെ സ്വാധീനിക്കുന്നത് അനുഭവമാണ്. സ്തോത്രം. പഠനം വേണ്ടെന്നല്ല, തീർച്ചയായും പഠനം വേണം, പക്ഷേ അതിലുപരിയായി അനുഭവം. ക്രിസ്തീയ ജീവിതം പഠനങ്ങളുടെ ജീവിതമല്ല, അനുഭവങ്ങളുടെ ജീവിതമാണ്. യഹോവ നല്ലവനെന്ന് രുചിച്ചറിവിൻ, രുചിക്കുന്ന ജീവിതം. കർത്താവിന് സ്തോത്രം. നിങ്ങൾ AB സിംപ്സൺ എന്ന ഉന്നതനായ ശാസ്ത്രജ്ഞനെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ? അദ്ദേഹം അനേക കണ്ടുപിടുത്തങ്ങൾ നടത്തിയെങ്കിലും അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ കണ്ടുപിടുത്തം ക്ലോറോഫോം കണ്ടുപിടിച്ചതാണ്. മനുഷ്യനെ മയക്കുന്ന ക്ലോറോഫോം. ഇന്ന് മെഡിക്കൽ ഫീൽഡിൽ ധാരാളം ഉപയോഗിക്കുന്നു. എന്നാൽ ഇത് കണ്ടുപിടിച്ച ഈ സിംപ്സൺ, അദ്ദേഹം ഒരു ക്രിസ്തു ഭക്തനായിരുന്നു. അദ്ദേഹത്തോട് പലരും ചോദിച്ചു, അങ്ങയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ കണ്ടുപിടുത്തം ഏതാണ്? ഒത്തിരി കണ്ടുപിടുത്തങ്ങൾ നടത്തി, ക്ലോറോഫോം കണ്ടുപിടിച്ചു, എല്ലാമാണ്. പക്ഷെ അദ്ദേഹം പറഞ്ഞു, മനുഷ്യനെ മയക്കുന്ന ക്ലോറോഫോം കണ്ടുപിടിച്ചതല്ല എൻ്റെ ഏറ്റവും വലിയ കണ്ടുപിടുത്തം, മറിച്ച് എന്നെ മയക്കിയ ക്രിസ്തുവിൻ്റെ സ്നേഹത്തെ കണ്ടെത്തിയതാണ്. ഞാനൊരു പാപിയാണെന്നും പാപിയായി എനിക്ക് രക്ഷകനായി യേശു ഉണ്ടെന്നുമുള്ളതായ ഒരു കണ്ടുപിടുത്തമാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ കണ്ടുപിടുത്തമെന്ന് ആ ഉന്നതനായ ലോകപ്രശസ്തനായ ശാസ്ത്രജ്ഞൻ അങ്ങനെ പറഞ്ഞുവെങ്കിൽ, ക്രിസ്തുവിനെ അനുഭവിക്കുന്നതല്ലേ, ക്രിസ്തുവിനെ പിൻപറ്റുന്നതല്ലേ, ക്രിസ്തുവിൻ്റെ വചനത്തിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങുന്നതല്ലേ ഒരു മനുഷ്യൻ ലഭിക്കാവുന്ന ഏറ്റവും വലിയ ഭാഗ്യം? അതെ, തീർച്ചയായും അതെ. അതിലേക്ക് നാം പ്രവേശിക്കാൻ പോവുകയാണ്. വചനം, ദ വേർഡ് ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ വചനം. കർത്താവിന് സ്തോത്രം. മാറ്റമില്ലാത്ത വചനം, ശക്തിയേറിയ വചനം, സഞ്ചരിക്കുന്ന വചനം, സൗഖ്യമാക്കുന്ന വചനം, വിടുവിക്കുന്ന വചനം, ശുദ്ധീകരിക്കുന്ന വചനം, ബലപ്പെടുത്തുന്ന വചനം. ഇങ്ങനെ ഈ വചനത്തിന് അനേക അത്ഭുതങ്ങൾ ചെയ്യുവാൻ കഴിയും. കാരണം വചനം ദൈവം തന്നെയാണ്. ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടുകൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. സ്തോത്രം. യോഹന്നാൻ്റെ സുവിശേഷം 1-ാമത്തെ വാക്യം. പ്രിയപ്പെട്ടവർ, നമുക്ക് ഈ വചനത്തിലേക്ക് പ്രവേശിക്കാം. ഈ ബൈബിൾ സ്റ്റഡിയിൽ നാം പഠിച്ചു വന്നത് പരിശുദ്ധാത്മാവ് എന്ന വിഷയത്തെക്കുറിച്ചാണ്. പരിശുദ്ധാത്മാവ് ഒരു വിഷയത്തെക്കാൾ ഉപരിയായി ഒരു വ്യക്തിയാണ്, ഒരു പേഴ്സണാണ്. പരിശുദ്ധാത്മാവ് ശക്തിയായി വെളിപ്പെടാറുണ്ട്, പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയായും വെളിപ്പെടാറുണ്ട്. സ്തോത്രം. പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള അനേകം കാര്യങ്ങൾ നമ്മൾ ചിന്തിച്ചു. 7 എപ്പിസോഡ് നാം കവർ ചെയ്തു. ഇപ്പോൾ ഇതാ 8ാമത്തെ എപ്പിസോഡാണിത്, പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള ബൈബിൾ പഠനം. നാം കുറേ കാര്യങ്ങൾ പഠിച്ചു. ഇപ്പോൾ നാം പഠിച്ചു വരുന്നത് തിരുവചനത്തിലെ 66 പുസ്തകങ്ങളിൽ പരിശുദ്ധാത്മാവിനെ കുറിച്ച് എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ നാം ചിന്തിക്കുകയാണ്. ഒരുപക്ഷെ വേദപുസ്തകത്തിൻ്റെ എല്ലാ ബുക്കുകളിലും അധ്യായങ്ങളിലും പരിശുദ്ധാത്മാവ് നിറഞ്ഞു നിൽക്കുന്നുണ്ട്. പക്ഷെ പരിശുദ്ധാത്മാവിനെ പ്രതിനിധാനം ചെയ്യുന്ന ചില പേരുകളോ പരിശുദ്ധാത്മാവിനെ സാദൃശ്യവൽക്കരിക്കുന്നതായ ഏതെങ്കിലും നാമങ്ങളോ ഉണ്ടെങ്കിൽ അതിനെ ആസ്പദമാക്കിയാണ് നാം പഠനം നടത്തുന്നത്. സംഖ്യാപുസ്തകത്തിൻ്റെ ആദ്യ ഭാഗങ്ങളിലേക്ക് നാം വന്നിരുന്നു. എന്നാൽ ഇന്ന് സംഖ്യാപുസ്തകം 27-ാം അധ്യായം 18-ാമത്തെ വാക്യത്തിൽ ദൈവാത്മാവ് എന്ന ഒരു വാക്കിനെ ആസ്പദമാക്കി ചില കാര്യങ്ങൾ ഈ വേദപുസ്തകത്തിൽ, ഈ താളുകളിൽ, ഈ അധ്യായത്തിലുള്ളത് നാം ചിന്തിക്കാൻ പോവുകയാണ്. യഹോവയുടെ സഭ ഇടയനില്ലാത്ത ആടുകളെപ്പോലെ ആകാതിരിക്കാൻ അവർക്ക് മുമ്പായി പോകുവാനും അവർക്ക് മുമ്പായി വരുവാനും അവരെ പുറത്തു കൊണ്ടുപോകാനും അകത്തു കൊണ്ടുപോകാനും സകല ജഡത്തിൻ്റെയും ആത്മാക്കളുടെയുമായ യഹോവ സഭയുടെ മേൽ ഒരാളെ നിയമിക്കുവാൻ തിരുവുള്ളുണ്ടാകട്ടെ എന്ന് പറഞ്ഞു. യഹോവ മോശയോട് കൽപ്പിച്ചത്, എൻ്റെ ആത്മാവുള്ള പുരുഷനായി നൂൻ്റെ മകനായ യോശുവയെ വിളിച്ച് അവൻ്റെ മേൽ കൈവച്ച്, കർത്താവിന് സ്തോത്രം, അവനെ പുരോഹിതനായ എലിയാസാരിൻ്റെയും സർവ്വസഭയുടെ മുമ്പാകെ നിർത്തി അവർ കാണുകെ അവന് ആജ്ഞ കൊടുക്കുക. ദൈവിക സെലക്ഷൻ.
പരിശുദ്ധാത്മാവ് ഒരുവനിൽ ഉണ്ടോ എന്നുള്ളതാണ് ദൈവിക സെലക്ഷൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ക്രൈറ്റീരിയ. കർത്താവിന് സ്തോത്രം. ദൈവിക ശുശ്രൂഷയിലേക്കും ദൈവിക നടത്തിപ്പിലേക്കും ദൈവസഭയുടെ നേതൃത്വത്തിലേക്ക് ഒരാൾ വരണമെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവുള്ള പുരുഷനെന്ന ആ പ്രയോഗം ഇവിടെ വളരെ പ്രസക്തമാണ്. ദൈവം പറയുകയാണ്, ഈ ജനത്തെ നടത്തേണ്ടതിന് യഹോവയുടെ സഭ ഇടയനില്ലാത്ത ആടുകളെപ്പോലെ ആകാതിരിക്കാനും അവർക്ക് മുമ്പായി പോകുവാനും അവർക്ക് മുമ്പായി വരുവാനും അവരെ പുറത്തു കൊണ്ടുപോകാനും അകത്ത് കൊണ്ടുവരുവാനും സകല ജഡത്തിൻ്റെയും ആത്മാക്കളുടെ ദൈവമായ യഹോവ സഭയുടെ മേൽ ഒരാളെ നിയമിക്കുവാൻ തിരുവുള്ളമുണ്ടാകട്ടെ. കർത്താവിന് സ്തോത്രം. അങ്ങനെ മോശയുടെ കരുത്തിന് കീഴിൽ ജീവനുള്ള ദൈവം ഇസ്രായേൽ ജനത്തെ ഫറവോൻ്റെ അടിമത്തത്തിൽ നിന്ന് വിടുവിച്ച് മരുഭൂമിയിലൂടെ നടത്തിക്കൊണ്ട് പോവുകയായിരുന്നു. ഒരു സമയം വന്നപ്പോൾ മോശയുടെ സമയം തീർന്നു, മോശയുടെ ശുശ്രൂഷ തീർന്നു. ദൈവം പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യണം, നീ നെബോ പർവ്വതത്തിന് മുകളിലേക്ക് കയറി വരിക, നിന്റെ ശുശ്രൂഷ തീർന്നു. എന്നാൽ നിനക്ക് പിൻഗാമിയായി യോശുവയെ തിരഞ്ഞെടുക്കുക. യോശുവയുടെ ക്വാളിഫിക്കേഷൻ എന്തായിരുന്നു? അവിടെ ദൈവം വ്യക്തമായി പറയുന്നു, എൻ്റെ ആത്മാവുള്ള യോശുവ. ആ വാക്ക് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ ഉള്ളം കുളിർക്കും. ദൈവം സാക്ഷിക്കുകയാണ് ഒരു മനുഷ്യനെക്കുറിച്ച്. ദൈവം സാക്ഷ്യപ്പെടുത്തുകയാണ് യോശുവയുടെ സ്വഭാവം, യോശുവയുടെ ക്വാളിറ്റി. എന്താണ് ക്വാളിറ്റി? അവൻ യുദ്ധവീരനാണെന്നോ, അവൻ വലിയ കഴിവുള്ളവനാണെന്നോ, അവന് വലിയ സമ്പത്തുണ്ടെന്നോ, വലിയ കുടുംബത്തിൽ പിറന്നവനാണെന്നോ ഒന്നുമല്ല ദൈവം പറയുന്നത്. എൻ്റെ ആത്മാവുള്ള യോശുവ. പ്രിയപ്പെട്ട സഹോദരീ സഹോദരങ്ങളെ, ദൈവസന്നിധിയിൽ ഏറ്റവും വിലപ്പെട്ടത് ദൈവാത്മാവുള്ള അവസ്ഥയാണ്. ദൈവാത്മാവുള്ള മനുഷ്യർക്കാണ് വിലയുള്ളത്. കർത്താവിന് സ്തോത്രം. ദൈവാത്മാവുണ്ട് എന്നുള്ളതാണ് ശുശ്രൂഷ ചെയ്യുവാനുള്ള യോഗ്യത. ദൈവത്തിന് സ്തോത്രം. യോശുവയെ ദൈവം തിരഞ്ഞെടുത്തു. എന്നാൽ ഞാൻ ഇന്ന് ചിന്തിക്കാൻ ആഗ്രഹിക്കുന്ന ഈ ബൈബിൾ ക്ലാസ്സിലൂടെ നമുക്ക് ചിന്തിക്കേണ്ടത്, യോശുവയുടെ മേൽ ആത്മാവ് വരുവാൻ എന്താ കാരണം? അവിടെ എന്തുമാത്രം ആളുകളുണ്ട്, 600,000 ജനങ്ങൾ, യുദ്ധസന്നദ്ധരായ അനേകം ചെറുപ്പക്കാർ, വീരന്മാർ, അനേകരുള്ളവരായി ഉള്ള ഒരു സമൂഹമായിരുന്നു ഇസ്രായേൽ ജനം. പക്ഷേ ഈ യോശുവയെ ദൈവം തിരഞ്ഞെടുക്കുവാനും യോശുവയുടെ മേൽ തൻ്റെ ആത്മാവിനെ പകരുവാനുമുള്ള കാരണം എന്താണെന്ന് നാം തിരുവചനം ചകഞ്ഞ് പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. കർത്താവിന് സ്തോത്രം. ഈ യോശുവയുടെ പേര് ഹോശയ എന്നായിരുന്നു. ഹോശയ, യഹോവ രക്ഷിക്കുന്നു എന്നുള്ളതായിരുന്നു ആ പേരിൻ്റെ അർത്ഥം. എന്നാൽ മോശ, സംഖ്യാപുസ്തകം 13-ാം അധ്യായം 16-ാമത്തെ വാക്യം വായിക്കുമ്പോൾ മോശ ഈ പേര് മാറ്റി, ഹോശയ എന്ന പേര് മാറ്റി യോശുവ എന്ന പേരിട്ടു. അതിൻ്റെ അർത്ഥം യഹോവയാണ് രക്ഷ, യഹോവ മാത്രമാണ് രക്ഷ എന്നുള്ള ആ ഒരു അർത്ഥത്തിലുള്ള പേരാണ് യോശുവ. യോശുവ നൂൻ്റെ മകനാണ്. നൂൻ്റെ മകനായ യോശുവ എഫ്രൈം ഗോത്രത്തിലാണ് യോശുവ ജനിച്ചത്. യോശുവയെക്കുറിച്ചുള്ള ഒരു ചെറിയ വിവരണം തരികയാണ്. എന്നാൽ കർത്താവിന് സ്തോത്രം, പുറപ്പാട് പുസ്തകം 33-ാം അധ്യായം 11-ാം വാക്യം വായിക്കുമ്പോൾ മോശയോട് നിത്യനായ ദൈവം ഒരു സ്നേഹിതനോട് സംസാരിക്കുന്ന പോലെ സംസാരിച്ചു നമുക്ക് വായിക്കാൻ കഴിയും. പുറപ്പാട് പുസ്തകം 33:11 പറയുന്നു, ഒരുത്തൻ തൻ്റെ സ്നേഹിതനോട് സംസാരിക്കുന്ന പോലെ യഹോവ മോശയോട് അഭിമുഖമായി സംസാരിച്ചു. എന്നാൽ ഈ സമയത്ത് മോശ പാളയത്തിലേക്ക് മടങ്ങി വന്നു. മോശയുടെ ശുശ്രൂഷക്കാരനായ നൂൻ്റെ മകനായ യോശുവ എന്ന ബാല്യക്കാരനോ കൂടാരത്തെ വിട്ടുപിരിയാതിരുന്നു. ദൈവ സാന്നിധ്യത്തെ വിട്ടുപിരിയാതിരുന്നു. സ്വന്തമായി യോശുവയ്ക്ക് കൂടാരമുണ്ട്, മാതാപിതാക്കളുണ്ട്, കുടുംബമുണ്ട്, സ്വന്തക്കാരുണ്ട്, ബന്ധക്കാരുണ്ട്, അനേക കാര്യങ്ങളുണ്ട്. പക്ഷേ യോശുവ ദൈവ സാന്നിധ്യത്തെ വിലമതിച്ചു. കർത്താവിന് സ്തോത്രം. ദൈവ സാന്നിധ്യത്തെ വിട്ടുപിരിയാതെ നിന്നു, മോശയോട് പറ്റിച്ചേർന്നു. കർത്താവിന് സ്തോത്രം. സംഖ്യാപുസ്തകം 11-ാം അധ്യായം 28-ാമത്തെ വാക്യം വായിക്കുമ്പോൾ നൂൻ്റെ മകനായി ബാല്യം മുതൽ മോശയുടെ ശുശ്രൂഷക്കാരനായിരുന്ന യോശുവ, ബാല്യം മുതൽ യോശുവ മോശയുടെ ശുശ്രൂഷക്കാരനായിരുന്നു. മാത്രമല്ല, സംഖ്യാപുസ്തകം 14-ാം അധ്യായം 38-ാമത്തെ വാക്യം വായിക്കുമ്പോൾ മോശ ദേശമുറ്റു നോക്കുവാൻ കുറേ പേരെ അയച്ചു എന്നുള്ളത് നമുക്കറിയാം, അല്ലേ?
മോശ കുറേ പേരെ അയച്ചു ദേശം ഉറ്റുനോക്കുവാൻ. എന്നാൽ 12 പേര് പോയി. 12 പേര്, ഓരോ ഗോത്രത്തിൽ നിന്ന് ഓരോ പേര് വെച്ച് 12 പേര് ദേശം ഉറ്റുനോക്കുവാൻ പോയി. അതിൽ 2 പേർ മാത്രമേ ദൈവം പ്രസാദിക്കുമാറ്, കർത്താവിന് മഹത്വം കിട്ടുമാറ്, കർത്താവിൻ്റെ ബലത്തിലും ശക്തിയിലും ആശ്രയിച്ചുകൊണ്ട് നമുക്ക് ആ ദേശം കൈവശമാക്കാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയുടെയും പ്രത്യാശയുടെയും വാക്ക് പറയുവാൻ 2 പേരേ ഉണ്ടായിരുന്നുള്ളൂ. അതിലൊരാളായിരുന്നു യോശുവ, മറ്റേ വ്യക്തി കാലേബായിരുന്നു. ഭൂരിഭാഗം പേരുടെയും കൂടെ നിൽക്കുകയല്ല, ദൈവത്തിൻ്റെ കൂടെ, ദൈവാത്മാവിൻ്റെ കൂടെ, ദൈവിക നടത്തിപ്പിൻ്റെ കൂടെ ചേർന്ന് നിന്ന ഒരു വ്യക്തിത്വമായിരുന്നു യോശുവ. യോശുവയുടെ ക്വാളിറ്റിയാണ്, യോശുവയുടെ മേൽ പരിശുദ്ധാത്മാവ് നിൽപ്പാൻ ഉള്ള ഏറ്റവും വലിയ ചില ക്വാളിറ്റീസ്, ഗുണങ്ങളാണ് നാം ചിന്തിക്കുന്നത്. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ദൈവനാമോത്തുപെടട്ടെ. സംഖ്യാപുസ്തകം 32-ാം അധ്യായം 11-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, നൂൻ്റെ മകൻ യോശുവയും യെഫുന്നെയുടെ മകൻ കാലേബും യഹോവയോട് പൂർണ്ണമായി പറ്റി നിന്നു. മോശയോട് മാത്രമല്ല പറ്റി നിന്നത്, ദൈവ സാന്നിധ്യത്തോട് മാത്രമല്ല പറ്റി നിന്നത്, കൂടാരം വിട്ടുപിരിയാതിരിക്കുക മാത്രമല്ല ചെയ്തത്. പ്രത്യാശയുടെ വാക്കുകൾ ദൈവജനത്തെ പോസിറ്റീവ് എനർജിയിലേക്ക്, ഒരു പോസിറ്റീവ് വിശ്വാസത്തിലേക്ക് നയിക്കുക മാത്രമല്ല ചെയ്തത്, യഹോവയോട് പൂർണ്ണമായി പറ്റി നിന്നു യോശുവ. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ, ദൈവനാമം മഹത്വപ്പെടട്ടെ. എന്നാൽ ദൈവം പറയുകയാണ്, യോശുവ ആത്മാവുള്ള ദൈവപുരുഷനെന്ന്. എൻ്റെ ആത്മാവുള്ള പുരുഷനായി നൂൻ്റെ മകനായി യോശുവ എന്ന്. യോശുവയുടെ മേൽ ആത്മാവ് വന്നു. പ്രിയ സഹോദരീ സഹോദരങ്ങളെ, നമ്മുടെ ഓരോരുത്തരുടെ മേൽ ദൈവം തൻ്റെ ആത്മാവിനെ അയക്കാൻ പ്രസാദിച്ചിരിക്കുകയാണ്. പക്ഷേ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മിൽ വരണമെങ്കിൽ നമ്മിൽ ചില ക്വാളിറ്റീസ് ഉണ്ടായിരിക്കണം. കർത്താവായ യേശുക്രിസ്തു പറഞ്ഞു, പഴയ തുരുത്തിയിൽ പുതിയ വീഞ്ഞ് പകരുകയില്ല, പകർന്നാൽ ആ പഴയ തുരുത്തി പൊളിയുകയും വീഞ്ഞൊഴുകിപ്പോവുകയും ചെയ്യും. പഴയ തുണിയിൽ ഒരു പുതിയ തുണിക്കണ്ടം ആരും തുന്നിച്ചേർക്കാറില്ല. കാരണം തുന്നിച്ചേർത്താൽ അതിൻ്റെ ചീന്തൽ വലുതായിരിക്കും, കീറിപ്പോകും, അത് നശിച്ചു പോകും, നഷ്ടപ്പെട്ടു പോകും. കർത്താവിന് സ്തോത്രം. നമ്മുടെ മേൽ ദൈവം തൻ്റെ ആത്മാവിനെ അയക്കണമെങ്കിൽ, സ്ഥിരമായി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വരണമെങ്കിൽ, നാം ദൈവ സാന്നിധ്യത്തോട് പറ്റിച്ചേർന്ന് നിൽക്കണം. ദൈവത്തോടും ദൈവത്തിൻ്റെ മക്കളോടും ദൈവത്തിൻ്റെ അഭിഷിക്തരോടും പറ്റിച്ചേർന്ന് നിൽക്കണം. ജീവുള്ള ദൈവത്തോട് ഒട്ടി നിന്നാൽ മാത്രമേ നമ്മുടെ മേൽ ദൈവത്തിൻ്റെ ആത്മാവ് നിലനിൽക്കുകയുള്ളൂ. കർത്താവിന് സ്തോത്രം. പരിശുദ്ധാത്മാവിനെ ചോദ്യം ചെയ്യുന്നതും പരിശുദ്ധാത്മാവിൻ്റെ വഴികളെ നിന്ദിച്ചും മാത്രമല്ല, സ്വന്തം ജീവിതത്തിൽ ചില പാപങ്ങളെ താലോലിച്ചും പാപത്തിന് അടിമപ്പെട്ടും നാം ജീവിച്ചാൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മിൽ സ്ഥിരമായി വസിക്കുകയില്ല. മൈ സ്പിരിറ്റ് മസ്റ്റ് നോട്ട് ഫോർ എവർ ബി ഡിസ്ഗ്രേസ്ഡ് ഇൻ മാൻ എന്ന് ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായത്തിൽ ജീവനുള്ള ദൈവം കൽപ്പിച്ചിട്ടുണ്ട്. എന്താണത്? എൻ്റെ ആത്മാവ് സദാകാലവും മനുഷ്യനോട് വാദിക്കുകയില്ല. എന്നും പരിശുദ്ധാത്മാവ് നിന്ദിതനായി ലജ്ജിതനായി നമ്മുടെ ഉള്ളിൽ വസിക്കാൻ ദൈവം അനുവദിക്കുകയില്ല. അതുകൊണ്ട് നാം എന്ത് ചെയ്യണം? നാം ദൈവത്തോട് ചേർന്ന് നിൽക്കുക, ദൈവജനത്തോട് ചേർന്ന് നിൽക്കുക, ദൈവ സാന്നിധ്യത്തോട് ചേർന്ന് നിൽക്കുക, ദൈവീയ ശുശ്രൂഷയിലായിരിക്കുക. ദൈവജനത്തിന് എന്നും പ്രത്യാശ കൊടുക്കുവാൻ തക്കവണ്ണം നാം അവരെ ഉത്സാഹിപ്പിക്കുക, വിശ്വാസത്തിൽ ഉറപ്പിക്കുക. അങ്ങനെയെല്ലാം ചെയ്താൽ ജീവനുള്ള ദൈവം തൻ്റെ ആത്മാവിനെ നമ്മുടെ ഉള്ളിൽ നിക്ഷേപിക്കുകയും ഈ പരിശുദ്ധാത്മാവ് നമ്മിൽ വാഴുകയും നമ്മെ ഭരിക്കുകയും നമ്മെ നയിക്കുകയും നമ്മെ നിയന്ത്രിക്കുകയും ചെയ്ത് യഥാർത്ഥ വഴിയിലൂടെ നയിക്കും. സ്തോത്രം. കർത്താവിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. ഹല്ലേലൂയ. തുടർന്ന് മറ്റ് പുസ്തകങ്ങളിലെല്ലാം നാം യോശുവയെക്കുറിച്ച് വായിക്കുമ്പോൾ, ആവർത്തന പുസ്തകത്തിൽ ഹല്ലേലൂയ യോശുവയെക്കുറിച്ച് എഴുതിയിരിക്കുന്നത് എന്താണെന്നറിയാമോ? ആവർത്തന പുസ്തകം 34-ാമത്തെ 9-ാമത്തെ വാക്യത്തിൽ പറയുന്നു, നൂൻ്റെ മകനായ യോശുവ മോശ കൈവച്ചനുഗ്രഹിച്ചതുകൊണ്ട് അവൻ ജ്ഞാനാത്മപൂർണനായി തീർന്നു. എന്തൊരു ശ്രേഷ്ഠ അനുഭവമാണ്. ഹല്ലേലൂയ. യഹോവ മോശയോട് കൽപ്പിച്ചതുപോലെ ഇസ്രായേൽ മക്കൾ അവനെ അനുസരിച്ചു. 600,000 വരുന്ന വലിയ ഇസ്രായേൽ ജനത്തിൻ്റെ കൂട്ടം ഒരൊറ്റ മനുഷ്യനായ യോശുവയെ അനുസരിച്ചു. മോശയെ എങ്ങനെ ജനങ്ങൾ അനുസരിച്ചുവോ അതുപോലെ യോശുവയെ അനുസരിച്ചു. കാരണം മോശയിലും യോശുവയിലും വ്യാപരിച്ചത് പരിശുദ്ധാത്മാവാണ്, ഒരേ ആത്മാവാണ്.
കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. മാത്രമല്ല, മോശയിൽ വ്യാപരിച്ചിരുന്ന ആത്മാവിനെ അംഗീകരിക്കുകയും അനുസരിക്കുകയും കീഴ്പ്പെടുകയും ചെയ്താണ് യോശുവ ജീവിച്ചതെന്ന് നമുക്ക് കാണാൻ കഴിയും. കർത്താവിന് സ്തോത്രം. മോശയുടെ ഒരു സഹായിയായിരുന്നു യോശുവ. മാത്രമല്ല, സീനായ് മലയിൽ മോശയെ യോശുവ അനുഗമിച്ചു എന്ന് നമുക്ക് വായിക്കാൻ കഴിയും. കർത്താവിന് സ്തോത്രം. ഗിദെയോന്യരുമായി യുദ്ധം ചെയ്യുമ്പോൾ ഇസ്രായേലിനെ വിജയത്തിലേക്ക് നയിക്കുവാൻ യോശുവയ്ക്ക് കഴിഞ്ഞു. കർത്താവിന് സ്തോത്രം. ഈ ആത്മാവുണ്ടെങ്കിൽ യുദ്ധത്തിൽ ജയിക്കാൻ നമുക്ക് കഴിയും. പരിശുദ്ധാത്മ നമ്മുടെ മേൽ വാഴുമ്പോഴാണ് നമുക്ക് വാസ്തവമായി ജയം കിട്ടുന്നത്. പരിശുദ്ധാത്മാവ് ജയം തരുന്നവനാണ്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. നിങ്ങൾക്കറിയാമോ, 600,000 ജനത്തെ മിസ്രയീമിൽ നിന്നും ഫറവോൻ്റെ അടിമത്തത്തിലും ദൈവം പുറപ്പെടുവിച്ചുവെങ്കിലും അവരിൽ 2 പേർ മാത്രമേ കനാൻ ദേശത്ത് പ്രവേശിച്ചുള്ളൂ. അതിലൊരാൾ യോശുവയായിരുന്നു, മറ്റത് കാലേബായിരുന്നു. ആവർത്തന പുസ്തകം 34-ാം അധ്യായം 9-ാമത്തെ വാക്യവും യോശുവയുടെ പുസ്തകം 1-ാം അധ്യായം 1-2 വാക്യങ്ങൾ വായിക്കുമ്പോൾ, മോശയുടെ മരണത്തിന് ശേഷം യോശുവയെ ദൈവം ഇസ്രായേലിൻ്റെ നേതാവായി നിയമിച്ചു. വലിയൊരു കൂട്ടം ജനത്തെ നയിക്കുവാൻ ദൈവം നിയമിച്ചു. എൻ്റെ പ്രിയ സഹോദരീ സഹോദരങ്ങളെ, ഇന്ന് നിങ്ങൾക്ക് ഒരുപക്ഷെ സ്ഥാനമോ മാനമോ പദവിയോ അധികാരങ്ങളോ ഒന്നുമില്ലെങ്കിലും നിങ്ങൾ വിശ്വസ്തയോടെ നിൽക്കൂ. ദൈവജനത്തോട് ചേർന്ന് നിൽക്കൂ. നിങ്ങളുടെ മേലാക്കി വെച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ അഭിഷിക്തന് കീഴടങ്ങി അനുസരിച്ച് നിൽക്കൂ. ദൈവം പ്രതിഫലം തരും. ഒരുപക്ഷെ ദൈവമക്കളാരുമല്ല നിങ്ങൾക്ക് പ്രതിഫലം തരുന്നത്, ദൈവദാസന്മാരുമായിരിക്കുകയില്ല. പക്ഷേ നാം വിശ്വസ്തയോടെ നിന്നാൽ ദൈവം നമുക്ക് പ്രതിഫലം തരുമെന്നാണ് യോശുവയുടെ ചരിത്രം നമ്മോട് വിളിച്ചു പറയുന്നത്. ദൈവനാമം മഹത്വപ്പെടട്ടെ. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഈ യോശുവയാണ് യോർദാൻ നദിയെ അത്ഭുതകരമായി വറ്റിച്ച് ജനത്തെ മറുകര കടത്തിയത്. മാത്രമല്ല, ദൈവജനത്തിന് മുന്നിലുണ്ടായിരുന്ന യെരിഹോ മതിൽ അത് തകർക്കുവാൻ യോശുവയുടെ നേതൃത്വത്തിലാണ് ദൈവം തൻ്റെ ജനത്തെ സന്ദർശിച്ചത്. ഹല്ലേലൂയ. അനേകം കനാന്യ രാജാക്കന്മാരെ തോൽപ്പിക്കുകയും ഇസ്രായേൽ മക്കൾക്ക്, ഓരോ ഇസ്രായേൽ ഗോത്രങ്ങൾക്കും ദേശം വിഭാഗിച്ചു കൊടുക്കുവാനും ദൈവം തൻ്റെ കരങ്ങളിൽ ഉപയോഗിച്ചത് യോശുവയാണ്. ഒരു ക്യാരക്ടർ സ്റ്റഡി പോലെയല്ല ഞാനിത് പറയുന്നത്. ദൈവത്തിൻ്റെ ആത്മാവ് ഒരുവൻ്റെ ഉള്ളിൽ വരുമ്പോൾ അവൻ്റെ മേൽ വ്യാപരിക്കുന്ന ദൈവിക കൃപയും പരിശുദ്ധാത്മാവിൻ്റെ നൽവരവുമാണ് നാം കാണുന്നത്. യോശുവ വിശ്വസ്തനായിരുന്നു, ഒരു ധീരനായിരുന്നു, അനുസരിക്കുന്നവനായിരുന്നു. മാത്രമല്ല, യോശുവയുടെ ജീവിതത്തിൽ തൻ്റെ ജീവിതാവസാനത്തിൽ ജീവിതത്തിൻ്റെ അവസാന ഭാഗങ്ങളിലേക്ക് വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു, തൻ്റെ കുടുംബത്തോട് ചേർന്നുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, ഞാനും എൻ്റെ കുടുംബമോ ഞങ്ങൾ യഹോവയെ സേവിക്കുമെന്ന്. കുടുംബമായി ദൈവത്തെ സേവിക്കുകയും ദൈവത്തെ ആരാധിക്കുകയും ചെയ്ത ഒരു ദൈവത്തിൻ്റെ വ്രതനായിരുന്നു യോശുവ. കാരണം ദൈവാത്മാവ് യോശുവയിൽ ഉണ്ടായിരുന്നു. അതേ പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മിൽ വന്നു കഴിയുമ്പോൾ അത് നമ്മുടെ ജീവിതത്തെ മാറ്റും. നമ്മുടെ കുടുംബത്തിൽ സ്ഥായിയായ ചില മാറ്റങ്ങൾ കൊണ്ടുവരും. നമ്മുടെ മാതാപിതാക്കളുടെ ഇടയിൽ, നമ്മുടെ സഹോദരങ്ങളുടെ ഇടയിൽ, നമ്മുടെ മക്കളുടെ ഇടയിൽ, നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ, നമ്മുടെ ജോലി സ്ഥലങ്ങളിൽ, നമ്മുടെ ശുശ്രൂഷ രംഗങ്ങളിലെല്ലാം ഈ പരിശുദ്ധാത്മാവിൻ്റെ കൃപ നമ്മെ സ്വാധീനിക്കുമെന്ന് മാത്രമല്ല, മറ്റുള്ളവരെ സ്വാധീനിക്കുവാൻ തക്കവണ്ണം നമ്മുടെ മേൽ തൻ്റെ അത്യന്ത ശക്തിയെ പകർന്ന് തൻ്റെ അത്ഭുത കൃപയാൽ നമ്മെ അനുഗ്രഹിക്കും. കർത്താവിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. ഹല്ലേലൂയ. കർത്താവിൻ്റെ സ്തോത്രം. യോശുവ 110-ാമത്തെ വയസ്സിലാണ് മരിച്ചത്. യോശുവയുടെ പുസ്തകം 24-29 കാണുന്നു. 110 വയസ്സുള്ളവനായി, ഒരു സന്തോഷവാനായി, സന്തുഷ്ടവാനായി, സംതൃപ്തവാനായി യോശുവ കടന്നുപോയി. കാരണം തൻ്റെ മേൽ പരിശുദ്ധാത്മാവ് ഉണ്ടായിരുന്നുവെന്ന് ദൈവം സാക്ഷ്യപ്പെടുത്തി. ഈ ഭൂമിയിലെ മനുഷ്യരാരുമല്ല, എൻ്റെ ആത്മാവ് അവനിൽ ഉണ്ട് എന്ന് ജീവനുള്ള ദൈവം സാക്ഷ്യപ്പെടുത്തുവാൻ തക്കവണ്ണം യോശുവ നിന്നു. കർത്താവിന് സ്തോത്രം. പ്രിയപ്പെട്ട സഹോദരീ സഹോദരങ്ങളെ, പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ് നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ പരിശുദ്ധാത്മാവ് നമ്മിൽ വരണമെങ്കിൽ, നമ്മിൽ വസിക്കണമെങ്കിൽ, നമ്മിൽ സ്ഥിരമായി വസിക്കണമെങ്കിൽ, നമ്മിൽ വാഴണമെങ്കിൽ, നമ്മെ ഭരിക്കണമെങ്കിൽ, നമ്മെ നയിക്കണമെങ്കിൽ, നമ്മെ നിയന്ത്രിക്കണമെങ്കിൽ നമ്മുടെ ജീവിതത്തിലും ഈ ക്വാളിറ്റികൾ അനിവാര്യമാണ്. കർത്താവിന് സ്തോത്രം. നമുക്കും ദൈവത്തോട് ചേർന്ന് നിൽക്കാം, ദൈവത്തിൻ്റെ വ്രതസ്ഥരോട് ചേർന്ന് നിൽക്കാം, ദൈവവേലയോട് ചേർന്ന് നിൽക്കാം. ദൈവ സാന്നിധ്യത്തിൽ നമുക്ക് മതിമറന്നിരുന്നുകൊണ്ട് ദൈവത്തെ ആരാധിക്കാം. മറ്റുള്ളവർക്ക് പ്രത്യാശയുടെ വാക്കുകൾ പറഞ്ഞു കൊടുത്തുകൊണ്ട് മറ്റുള്ളവരെയും ദൈവത്തിലേക്ക് നയിക്കുവാൻ, തളർന്നിരിക്കുന്നവരെ താങ്ങേണ്ടതിന് ശിഷ്യന്മാരുടെ നാവ് പ്രാപിച്ചുകൊണ്ട് നമുക്കും
യോശുവയെപ്പോലെ മറ്റുള്ളവരെ ധൈര്യപ്പെടുത്താം. ദൈവത്തിന് വേണ്ടി യുദ്ധം ചെയ്യാം. ദൈവജനത്തെ മറുകര കടത്തുന്ന, യോർദാൻ കടന്ന് കനാൻ ദേശത്ത് എത്തിക്കുന്ന ആ യോശുവയുടെ ദൗത്യം പോലെ നമുക്കും അനേകരെ നിത്യസ്വർഗത്തിലെത്തിക്കുവാൻ നമുക്കും നമ്മുടെ ജീവിതം ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം. ഇന്ന് ഈ ക്ലാസ് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ഞാൻ ഈ ക്ലാസ് നിർത്തുവാൻ ശ്രമിക്കുമ്പോൾ എനിക്ക് ഒന്നേ ദൈവമക്കളോട് പറയാനുള്ളൂ: പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുക. അതിനായി നമ്മുടെ ജീവിതത്തിൽ പഴയ മനുഷ്യനോട് യാത്ര പറഞ്ഞ്, പഴയ മനുഷ്യൻ ക്രൂശിക്കപ്പെട്ടു, ഇതാ ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്രേ എന്നിൽ വസിക്കുന്നു എന്ന ആ വലിയ ശ്രേഷ്ഠ അനുഭവം നമ്മുടെ ജീവിതത്തിൽ ലഭിപ്പാൻ നമ്മുടെ പഴയ മനുഷ്യൻ, പഴയ പ്രകൃതങ്ങൾ, പഴയ സ്വഭാവം, പഴയ ചിന്താഗതികൾ, ജഡത്തിൻ്റെ പ്രവൃത്തികളെല്ലാം വിട്ടുകളഞ്ഞ് ആത്മസ്വഭാവമുള്ളവരായി നമുക്ക് തീരാം. അതിന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ സഹായവും കരുതലും കാവലും പരിപാലനവും നടത്തിപ്പും നിയന്ത്രണവും നമുക്ക് അത്യന്താപേക്ഷിതമായതുകൊണ്ട് ജീവനുള്ള ദൈവത്തിൻ്റെ സന്നിധിയിൽ നമുക്ക് പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കാം. ഈ ബൈബിൾ ക്ലാസ്, ഇന്നത്തെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുമ്പോൾ, കർത്താവേ, ഞാൻ എൻ്റെ ജീവിതം പരിശുദ്ധാത്മാവിനെ പ്രാപിപ്പാനായി ഞാൻ സമർപ്പിക്കുന്നു. എൻ്റെ ജീവിതത്തെ ഞാൻ വിശുദ്ധീകരിക്കുന്നു. പരിശുദ്ധാത്മാവേ, അവിടുന്ന് എൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങി വരണമേ. പരിശുദ്ധാത്മാവേ, എന്നിൽ വന്ന് വാസം ചെയ്യണമേ. പരിശുദ്ധാത്മാവേ, എന്നെ ഭരിക്കണമേ. പരിശുദ്ധാത്മാവേ, എന്നെ നിയന്ത്രിക്കണമേ, എന്നെ നടത്തണമേ. സകല സത്യത്തിലും എഴുതുന്ന പരിശുദ്ധാത്മാവേ, അവിടുന്ന് എൻ്റെ വഴി നടത്തണമേ. ഞാൻ ഇടത്തോട്ടോ വലത്തോട്ടോ പോകുമ്പോൾ വഴി ഇതാകുന്നു, ഇതിൽ നടന്നോളുവീന്നുള്ള സ്വരം കേൾപ്പിച്ച് എന്നെ നടത്തണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഇപ്പോൾ നമുക്ക് തലകളെ വണക്കിക്കൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹം നിറഞ്ഞ കർത്താവേ, സ്വർഗീയ പിതാവേ, ഇന്ന് ഞങ്ങൾ ചിന്തിച്ചത് യോശുവയുടെ മേൽ ആത്മാവ് വന്നുവെന്ന്, ആത്മാവ് ഉണ്ടെന്ന് ദൈവം സാക്ഷീകരിച്ചു. അതിന് യോശുവയുടെ ജീവിതത്തിൽ ദൈവം കൊടുത്ത ചില ക്വാളിറ്റീസ്, അനേകം ക്വാളിറ്റീസ് വിശദമായി പറയേണ്ടതുണ്ട്. ഈ ഒരു ചെറിയ ബൈബിൾ ക്ലാസ്സിൽ പറഞ്ഞാൽ തീരുന്നതല്ല. എന്നാൽ കർത്താവേ, അവിടുന്ന് അവിടുത്തെ ദാസനെ മാനിച്ചു, ആദരിച്ചു. കർത്താവിൻ്റെ നാമമഹത്വത്തിന് വേണ്ടി നിന്നതുകൊണ്ട്, ആ തലമുറയിൽ നിന്നുകൊണ്ട് അവിടുന്ന് ആദരിച്ചു. ഞങ്ങൾക്കും ഈ തലമുറയിൽ യേശുവിൻ്റെ സാക്ഷികളായി, യേശുവിൻ്റെ വചനത്തിൻ്റെ സാക്ഷികളായി, യേശു കാൽവറിയിൽ നേടിത്തന്ന വിജയത്തിൻ്റെ സാക്ഷികളായി നിൽപ്പാൻ ഞങ്ങളെ തന്നെ താഴ്ത്തി സമർപ്പിക്കുന്നു. കൊടുക്കൂ ജീവിതം ക്രിസ്തുവിൻ്റെ കരങ്ങളിലേക്ക്. യേശുവിൻ്റെ വേലയ്ക്കായി സമർപ്പിക്കൂ. ദൈവനാമോത്വത്തിനായി ജീവിതം സമർപ്പിക്കൂ. എങ്കിൽ നിങ്ങളുടെ ജീവിതം ധന്യമാകും, അനുഗ്രഹിക്കപ്പെടുന്നതിനിടയാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും അനുഗ്രഹിച്ചുകൊണ്ടും ഞാൻ എൻ്റെ വാക്കുകളെ നിർത്തുന്നു. ദൈവനാമം മഹത്വപ്പെടട്ടെ. പ്രിയ സഹോദരീ സഹോദരങ്ങളെ, നമ്മുടെ ഈ ബൈബിൾ ക്ലാസ് എല്ലാ വെള്ളിയാഴ്ചയും ലൈവായി മൂവാറ്റുപുഴ KSRTC ബസ് സ്റ്റാൻഡിൻ്റെ അടുത്തുള്ള 250 മീറ്റർ കോട്ടയം റൂട്ടിൽ പോകുമ്പോൾ സ്ഥിതി ചെയ്യുന്ന പീസ് മൗണ്ട് ഇൻ്റർനാഷണൽ മിനിസ്ട്രിയുടെ പ്രെയർ ഹാളിൽ വെച്ച് നടക്കുന്നുണ്ട്. എന്നാൽ എല്ലാ വെള്ളിയാഴ്ചയും ഞങ്ങൾ യൂട്യൂബിലൂടെ ആ മെസ്സേജ് റെക്കോർഡ് ചെയ്ത് ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ഇത് കാണുകയും ശ്രവിക്കുകയും നിങ്ങൾക്കതിൽ നിന്നും ആത്മീക ഉത്തേജനം ഉൾക്കൊണ്ടുകൊണ്ട് നിങ്ങൾക്ക് ഓരോരുത്തരും കർത്താവിൻ്റെ വേല നയിക്കുവാൻ, കർത്താവിന് വേണ്ടി അനേക ആത്മാക്കൾ നേടുവാൻ നിങ്ങൾക്കും നിങ്ങളുടെ ജീവിതം സമർപ്പിക്കാം. അതിനിടയാകട്ടെ. കർത്താവ് എല്ലാവരെയും നിറപടിയായി അനുഗ്രഹിക്കട്ടെ, തൻ്റെ പരിശുദ്ധാത്മാവിനെ കൊണ്ട് നിറയ്ക്കട്ടെ. ദൈവനാമം മഹത്വമെടുക്കട്ടെ. സ്തോത്രം.